ഹായ് ഓൾ, വെൽക്കം ടു കബുഡിൽസ്. ഇന്ന് നമുക്ക് യമ്മി ടേസ്റ്റി ഫിഷ് പിക്കിളാണ്. 1 മണിക്കൂർ മുൻപ് മാരിനേറ്റ് ചെയ്തു വെച്ച ട്യൂണയാണിത്. 1 ടേബിൾ സ്പൂൺ വീതം ഉപ്പും മുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇതിലുള്ളൂ. നമുക്ക് പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ആദ്യമേ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി 300 ml നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ മാത്രമേ പിക്കിൾസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവൂ. എണ്ണ വറ്റുന്നതനുസരിച്ചിട്ട് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി ക്രൗഡഡ് ആയിട്ട് പീസസ് ഇടാതെയും അതുപോലെ തന്നെ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാനും സൂക്ഷിക്കണം. നമ്മുടെ ഫിഷ് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്, ഒട്ടും പൊടിയാതെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇതുപോലെ ഒരു 3 ട്രിപ്പായിട്ടാണ് എല്ലാ ഫിഷും ഫ്രൈ ചെയ്ത് മാറ്റിയത്. ആസ് ഓൾവേസ് ഈ സമയത്ത് എൻ്റെ ഡിയർ ഏട്ടൻ അച്ചാറിന് ആവശ്യമായിട്ടുള്ള അണിധാരികളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയായിരുന്നു. എത്ര ടയേർഡായാലും എൻ്റെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയിട്ട് ഏട്ടൻ എപ്പോഴും ഉണ്ടാവും കേട്ടോ. 2 കിലോ ട്യൂണയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെടുത്തത് 200 ഗ്രാം വീതം ജിഞ്ചറും ഗാർലിക്കും അതുപോലെ 100 ഗ്രാം പച്ചമുളകും അതനുസരിച്ച് വേപ്പിലയുമാണ്. ഫിഷ് ഫ്രൈയിങ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. കക്കണെല്ലാം ഊറ്റി മാറ്റി അതേ ഉരുളിയിലേക്ക് തന്നെ നമ്മൾ പിക്കിൾ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി കടുക്, ഉലുവ എന്നിവ ആ എണ്ണയിൽ ഒഴിച്ച് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലേക്ക് ആഡ് ചെയ്ത് നല്ല കിലാന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ എണ്ണ ഊറ്റിയെടുത്ത് കക്കനെല്ലാം കളഞ്ഞ് ഉരുളി ക്ലീൻ ചെയ്ത് ഇതേ എണ്ണ തിരിച്ചൊഴിച്ച് അതിലാണ് പിക്കിൾ ഉണ്ടാക്കാറ്. ഞാൻ സമയം അതിക്രമിച്ചതുകൊണ്ടാണ് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തത്. നമ്മുടെ ഐറ്റംസ് ഒക്കെ ഫ്രൈ ആയിട്ടുണ്ട്. മീഡിയം എരിവിന് ആവശ്യമായിട്ടുള്ള പൊടികൾ നമുക്കിടാം. ഞാൻ ഇട്ടത് 1.5 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി ആഡ് ചെയ്യാം. കായപ്പൊടി 1.5 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തതിന് ശേഷം പൊടികളെല്ലാം മൂക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 സെക്കൻഡ് മതിയാകും. അതിനുശേഷം അതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ഒഴിക്കുന്നത് എനിക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഏകദേശം 350 ml വിനാഗിരി നമ്മൾ ഒഴിച്ചത്. ഇതിനിടയിൽ നമ്മൾ നല്ലെണ്ണയും ചേർത്തിരുന്നു. മൊത്തം 1/2 ലിറ്റർ നല്ലെണ്ണയാണ് പിക്കിളിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. വിനാഗിരി നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കുക. ഈ സമയത്ത് എരിവ്, ഉപ്പ്, പുളി, കായം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് കറക്റ്റില്ലെന്ന് ചെക്ക് ചെയ്ത് ആഡ് ചെയ്യേണ്ട സമയമാണ്. എല്ലാം നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ആകാനായിട്ട് ഒരു പ്രാവശ്യം കൂടി തിളയ്ക്കട്ടെ. കുറച്ച് ചാറ് കിടക്കണം, എന്നാലാണ് കൺസിസ്റ്റൻസി കറക്റ്റ് ആവുക. അങ്ങനെ നമ്മുടെ വെരി യമ്മി ഫിഷ് പിക്കിൾ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.